ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമുക്കും അൽഹംദുലില്ലാ സുഖമായിട്ട് പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് പ്രതീക്ഷിക്കാതൊരു സംഭവം കൂടി ഉണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ അത്ര തിരക്കൊന്നും ഇല്ലാതെ സാധാ പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഫുഡ് രാവിലെ തന്നെ ചോറും ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉമ്മ ഇതാ രാവിലെ തന്നെ വെളുത്തുള്ളി അച്ചാർ തലേ ദിവസം ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യലും അങ്ങനത്തെ പരിപാടികളിലേക്കാണ് കേട്ടോ. നല്ല ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ തൊലിച്ചുണ്ടാക്കാനൊക്കെ ഭയങ്കരമായിട്ട് പണിയായിരുന്നു കേട്ടോ. അമ്മ ചെറുണ്ണൂർ കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാവരും കൂടിയൊക്കെ തൊലിച്ചതാണ്. അപ്പം അച്ചാർ ഏതായാലും വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് ഒരുപാട് ഉണ്ടാക്കിയും ചെയ്തേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് പാക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ ഇതാ രാവിലെ മോനെ എണീറ്റ് വന്നേ. പിന്നെ ചിപ്പിയുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അവൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. മോനെ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ അതാ ഇളനിയൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞാലാണ് ബാക്കി പണികളും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. മോനിക്ക് ഇപ്പോൾ ചിപ്പിയാണ് രാവിലെ ഫുഡ് കൊടുത്തതും ഒക്കെ. അപ്പോൾ ആ ഒരു പണി അത്ര അങ്ങോട്ട് ഇല്ല. പിന്നെ തിരുമ്പിതൊക്കെ മടക്കി വയ്ക്കലും അങ്ങനത്തെ പരിപാടികളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പം 2 ദിവസമായിട്ട് വല്ലാണ്ട് തന്നെ ഒട്ടി നിൽക്കണ സ്വഭാവമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുകയൊക്കെ വേണം എപ്പോഴും. വേറെ അടുത്തേക്കൊന്നും നിൽക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ. അപ്പം ചിപ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഉപ്പ ഉച്ചയ്ക്ക് ഇതാ പള്ളിയിലേക്ക് പോവുക കേട്ടോ. ഇപ്പം ബൈക്കുമേലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോക്കുകയാണ് ഓനെങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഓൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ളൂ. അപ്പോൾ ഉപ്പ ഇങ്ങനെ പോകുമ്പോൾ നോക്കിയിരിക്കുകയാണ് കേട്ടോ പള്ളിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ തിരിച്ചു പോണത് ദുബായിലേക്ക്. അപ്പോൾ ഇതാ ഇപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സാധനങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴേ പാക്കിങ് തുടങ്ങിയാലല്ലേ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അക്കുവും വന്നിരുന്നു. ഉച്ച ടൈമിൽ ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി പോവാനുണ്ട്, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാ സാദാ ചോറും മീൻ കറിയും മോരുകറി, പിന്നെ പച്ചക്കായത്തോട് ഉപ്പേരി, മീൻ പൊരിച്ചത്, അങ്ങനത്തെ ഐറ്റംസ് കാണട്ടെ ഉച്ചയ്ക്ക് ചോറിനുള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പെട്ടെന്നൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെയും പോകാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബസ്സിൽ പോകുന്ന സമയത്ത് പുറത്ത് ഒരു വീഡിയോ ഇങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ മോനെ ഉറക്കിയതിന് ശേഷമാണ് പോയത്. അങ്ങനെ അവിടെ പോയി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത ആളുണ്ടല്ലോ, അതായത് അബിയാക്കൻ്റെ കസിനാണ്. ഇപ്പോൾ ദുബായിലേനു, പിന്നെ അവിടെ നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവരെ കണ്ട സമയത്ത് വെറുതെ വർത്തമാനങ്ങളൊക്കെ ചോദിച്ച സമയത്ത് നമ്മളോട് ചോദിച്ചു നാളെ രാവിലെ അല്ലേ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ അല്ലല്ലോ വൈകുന്നേരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് അല്ല രാവിലെയാണ് ടിക്കറ്റ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആകെ നമ്മൾ ഷോക്കായി പോയിട്ട്. കാരണം രാത്രി 8 മണീൻ്റെ ഫ്ലൈറ്റ് രാവിലെ 8 മണിയാണെന്ന് പറയുമ്പോൾ നമ്മൾ പൊലിച്ചൊക്കെ ഇറങ്ങണമല്ലോ. പിന്നെ തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ടൈമായിട്ടുണ്ട്. ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം എൻ്റെ കൂടെ പോവാണ് ടിക്കറ്റിൻ്റെ കോപ്പി എടുക്കാനും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഇതാ പുറത്തിറങ്ങിയതാണ്. അപ്പം മോനിതാ ബൈക്കിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. ഇപ്പം പോകാനായപ്പോഴാട്ടോ ബൈക്കുമ്മ കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. മുന്നിലിരിക്കാനും അതേപോലെ ഹോൺ അടിക്കാനും. അപ്പോൾ എമിക്കുട്ടനെ മുന്നിലിരുത്തിയിട്ട് വീട് എത്തുന്ന വരെ ഹോൺ അടിക്കാൻ കേട്ടോനെ. അപ്പോൾ ഏതായാലും ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൻ്റെ മുന്നിലിരുത്തി കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഓരോരുത്തരൊക്കെ കണ്ട് പോണതും ഒക്കെ പറഞ്ഞ് പിന്നെ ഒന്നിനും നേരമില്ല കേട്ടോ. കാരണം എന്താ ചെയ്യുക ഒന്നും അറിയില്ല. ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഏതായാലും ചിപ്പിയുള്ളതുകൊണ്ട് വലിയൊരു സമാധാനമാണ് കേട്ടോ. മോൾ തന്നെയാണ് ഫുഡ് കൊടുത്തതും ഒക്കെ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് നമ്മൾ. പിന്നെ ഉമ്മ രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഇതാ അമ്മ ബിരിയാണിയൊക്കെ റെഡിയാക്കുകയാണ് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഉച്ചക്ക് ഇന്ന് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ മരണം ഒക്കെ ഉണ്ടായപ്പം അങ്ങോട്ട് പോയി. അപ്പോൾ അമ്മായി ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് കൊടുത്തയച്ചിന് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചിന്. അപ്പോൾ ഏതായാലും അതൊക്കെ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ബിരിയാണി, അടിപൊളി ബിരിയാണി. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മോഡൽ ബിരിയാണി ഇല്ലേ, അപ്പോൾ ഏതോ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ അക്കുവാണ് ഫസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ച്, അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനും അതേപോലെ കഴിച്ച് മോൻക്കും വാരി കൊടുത്ത്. പിന്നെ മഗ്‌രിബ് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പതാ ഓരോ സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാണ് കേട്ടോ. ബീഫൊക്കെ നാളെ രാവിലെ പോയി വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കേനു. പിന്നെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് ബീഫും എല്ലാം കിട്ടിയിട്ട് ഏതായാലും. അപ്പോൾ അതൊക്കെ ഓരോ സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന പണിയിലാണ്. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കും വേണമല്ലോ, ഒക്കെ ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാനും. അപ്പം പിന്നെ ബേക്കറിയും കാര്യങ്ങളും ഒക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ പോയിട്ട് പിന്നെ ഏതായാലും ഉള്ളതൊക്കെ കൊണ്ടുപോവുക എന്ന് വിചാരിച്ച് ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. പിന്നെ ജിഫ്നാസ്കിൻ്റെ വീട്ടിൽ നിന്നും കുറേ സാധനങ്ങളും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതും അവർക്കും പെട്ടെന്ന് തന്നെ ആക്കും വേണമല്ലോ. നമ്മളെ ഈ പാക്കിങ് പോലെ തന്നെ അവിടെ നിന്നും പാക്കിങ് ഉണ്ട്. പിന്നെ നാജുവിനും കൊടുത്തയക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് അച്ചാറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ തേങ്ങ ഒക്കെ ചിരണ്ടി വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് ഞാനും താത്തയും കൂടിയും. ഉമ്മക്ക് പിന്നെ അടുക്കളയിലും ഉള്ള പണികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് പാക്കിംഗ് ഒക്കെ ഉപ്പ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് പോകുന്നതെന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഉച്ച സമയത്ത് നമുക്ക് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും തത്തക്കും കല്യാണത്തിന് പോകാനൊക്കെ ഉണ്ട്. നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചറെ അനിയത്തിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകാനും പ്ലാൻ ചെയ്ത് നിൽക്കേനു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കല്യാണം കൂടിയിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് പൂതി വെച്ച് നിൽക്കുകയാണ്. കല്യാണത്തിന് മോൻക്ക് ഡ്രസ്സ് വരെ എടുത്ത്. അപ്പോൾ ഉച്ചക്കത്തെ കല്യാണത്തിനൊന്നും പിന്നെ പോകാനും ഏതായാലും കഴിയില്ല, കാരണം പൊലച്ചക്ക് തിരിച്ച് പോവും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലോപ്പായി പോയിന്. പിന്നെ ഏതായാലും ഇതാ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിന്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ താത്തി ഇതാ വേഗം പാക്കിങ്ങും കാര്യങ്ങളും ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ വേഗം തന്നെ ട്രോളിയിലേക്ക് എടുത്ത് വെക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ഇതാ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫൊക്കെ എവിടുന്നോ ഒപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ആരൊക്കെ വിളിച്ച് ആക്കി അങ്ങനെ കൊണ്ടുവന്നതാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഇപ്പം ദുബായിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കൊണ്ടുപോകണമാണല്ലോ ബീഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ബീഫ് കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ നാട്ടിലെ ബീഫിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നെങ്കിൽ പാകിസ്ഥാൻ ബീഫോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ബീഫ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ്. അപ്പം അതെങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവന്ന് ഏതായാലും ഉപ്പ എന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ കേട്ടോ. കാരണം പിന്നെ എനിക്ക് ഇവിടുന്ന് നല്ല ആവശ്യത്തിനനുസരിച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും ബീഫും കാര്യങ്ങളൊക്കെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഓരോന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഐസുമൊക്കെ ഉണ്ട്. ഐസുവിനെയും അതിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടി കൊണ്ടുവന്നീനു. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എത്ര പോയാലും എമിക്കുട്ടൻ്റെ പണി ഇതാണ് കേട്ടോ. എല്ലാം താഴെ ഇടുക. അപ്പോൾ എത്താത്തത് ഫുള്ള് മടക്കി ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെച്ചതേനെ ഫുള്ളും താഴെ ഇട്ട് അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ഓനെ മാറ്റി നിർത്തിയിട്ട് ഇതൊക്കെ കഴിയുള്ളൂ. പിന്നെ പെട്ടിയിൽ കയറി ഇരിക്കുക, അങ്ങനത്തെ ഓരോ കളിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴുള്ളതാണ് ഇങ്ങനെ തിരുമ്പിയൊക്കെ മടക്കി എടുത്ത് വെക്കുമ്പോൾ അതൊക്കെ താഴെ ഇടൽ. പിന്നെ ഇതാ ഓൻ്റെ ബോളൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കേണ്ടതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാറ്റൊക്കെ കഴിക്കാൻ കഴിയുമോ നോക്കുകയാണ് ചിപ്പിയും ആയിഷുമൊക്കെ. പിന്നെ പെട്ടെന്ന് തന്നെ ഉള്ളതൊക്കെ വേഗം പാക്ക് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ പഴം ഒക്കെ ഇവിടുത്തെ പഴം പ്രത്യേക ടേസ്റ്റാണല്ലോ നാട്ടിലെ. അപ്പോൾ അതും വേഗം തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മോന് പഴം തീരെ കഴിക്കൂല കേട്ടോ. ആദ്യമേ പഴം ഇഷ്ടമില്ല, എന്നാലും നമുക്ക് കഴിക്കുക പിന്നെ ആർക്കെങ്കിലും കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഓരോന്ന് ഓർമ്മ ആവണത് വേഗം പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടിയും ഉമ്മ പറഞ്ഞിനി കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. അവിടെ അങ്ങനെ പത്തിരി ഞാൻ ഉണ്ടാക്കില്ല, എന്നാലും മോൻക്കൊക്കെ ഇഷ്ടമാണ് പത്തിരി. അപ്പം ഏതായാലും പത്തിരിപ്പൊടിയും ഒക്കെ കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ കുറേ ഉണ്ടാവും കേട്ടോ അവിടെ. പിന്നെ ഇതാ ചിപ്പിയാണ് മോൻക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ. അപ്പം ഇന്ന് രാവിലെ മുതൽ ഓൻ്റെ ഫുഡ് കൊടുക്കലും ഒക്കെ ചിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ പോവാനായപ്പോൾ എന്താ അറിയില്ല, എല്ലാവരായിട്ടും നല്ലോണം അടുക്കണുണ്ട്. അതങ്ങനെയാണല്ലോ, പിന്നെ വന്ന സമയത്തുള്ള പോലെ അല്ലല്ലോ. ഇപ്പോൾ ഏകദേശം 1 മാസമായല്ലോ ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഓൾ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ. അപ്പം അത് വലിയൊരു പണിയാണ് കേട്ടോ. മക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പം മോനൊന്നും കഴിക്കാത്തതുകൊണ്ട് കുറേ ടൈമാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കുകയാണ്, ഒട്ടിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ചെറുവണ്ണൂരിൽ നിന്ന് നാജുവിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വന്നിന്, മാമിയും മാമനൊക്കെ വന്നിന്. അപ്പം ഓരോ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ അതും നമുക്ക് പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കൊണ്ടുവന്നാലാണല്ലോ നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയുക. ഓരും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയാണ് കേട്ടോ. ബീഫും കാര്യങ്ങളൊക്കെ ഓരും റെഡിയാക്കിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അമ്മ എനിക്കുള്ള ബീഫൊക്കെ വേവിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാ ഒരു പാത്രത്തിൽ വെച്ചിന്. അപ്പോൾ ഇപ്പോൾ മോന് ഇതെല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ പിന്നെ ഓരോ കൂടെ പോവാനാണ്. അപ്പോൾ നേരത്തെ അതേപോലെ നമ്മൾ നൈബേഴ്സ് വന്നപ്പോൾ ഓരോ കൂടെ പോവാനും, അതേപോലെ ഇപ്പം മാമിയും മാമനും പോവാണ്. അപ്പോൾ ഓരോ കൂടെ പോവാനൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തരാണ് ഓരോ കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയൊക്കെ ആണ് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയത്. ഇപ്പോൾ കൈയാട്ടിയിട്ട് വരെ പോകണില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഷർട്ടൊക്കെ ഇട്ടാൽ മനസ്സിലാവും പുറത്ത് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോയി ഇങ്ങനെ മെല്ലെ സോപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജിഫ്നാസ്കിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിന്. അപ്പോൾ പാച്ചും അതേപോലെ ജസ്നാത്ത അമ്മ അപ്പ ഒക്കെ വന്നിന് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഓരും പെട്ടെന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി, സമൂസ, പിന്നെ അതേപോലെ തന്നെ അവക്കിപ്പം മാഷാല്ലാ പല്ലൊക്കെ വന്നിന്. അപ്പം ഇതിന് പല്ലട വെക്കാനുള്ള അട ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഓരും തിരക്കിട്ട് എല്ലാ പണികളൊക്കെ കഴിച്ചതിന് ശേഷം ഒക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ മേലൊക്കെ കേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഞാൻ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പൊലിച്ചൊക്കെ എടുത്ത് പോകുമ്പോൾ ഡ്രസ്സൊന്നും മാറ്റി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും മോൻക്ക് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് പാൻറ്റാണ് നല്ലത്. അപ്പം പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ ജേക്ക് ഇത് അവിടെ വന്നതിന് ശേഷം ഭയങ്കര കളിയാണ് കേട്ടോ. എമീനെ കയറ്റി കളിക്കുകയാണ്. ഇപ്പം കുറച്ചായാലും എമീൻ്റെ കൂടെ ഒക്കെ നിൽക്കണേ. അപ്പോൾ നമ്മളെ കയറ്റി ഭയങ്കര പരിചയമാണ്. പിന്നെ മാഷാല്ലാ ഇനിയും വലിയ കാര്യമാണ് നോക്ക്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമൊക്കെയാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും മിസ് ചെയ്യും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പോവാണ്. അപ്പോൾ ഉമ്മയൊക്കെ രാവിലെ എയർപോർട്ടിലേക്ക് വരും. അപ്പോൾ ജസ്റ്റിനകത്ത് ഏതായാലും രാവിലെ തന്നെ മോളെ ഒന്ന് ഏറ്റി പൊളിച്ചൊക്കെ ഒന്ന് വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ രാവിലെ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ അപ്പോൾ യാത്ര പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ വൈകുന്നേരത്തിന് ശേഷം തിരക്ക് പിടിച്ച ഓരോ പണികളും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ രാത്രി ഒരു 1 മണി കഴിഞ്ഞിന് സമയം. അപ്പോൾ നമ്മളിതാ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. മോനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഏതായാലും ഞാൻ തിരിച്ച് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇൻഷാ അല്ലാ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ദുബായിലേക്ക് തിരിച്ച് പോകുന്ന വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.